മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഈശോയും ശിഷ്യന്മാരും ഒരു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ ഫരിസേയർ അതിനെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. സാബത്തിൽ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ എന്താണ് ചെയ്തത് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിയമങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ്റെ വിശപ്പിന് പ്രാധാന്യം നൽകുന്ന ഈശോയെയാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വേദനകൾക്കും മനുഷ്യജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കും മനുഷ്യജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കർത്താവിനെയാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന വിശപ്പിനും നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വേദനകൾക്കും നമ്മുടെയൊക്കെ വഴികളിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്കും വില നൽകുന്നവനും അത് കാണുന്നവനും അതനുസരിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ്. കൂടെ നിൽക്കുന്നവനാണ് അവിടുന്ന്. തിരുവചനത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ, നമ്മുടെ കണ്ണുനീർ അനുഭവങ്ങളിൽ, നമ്മൾക്ക് വിശപ്പ് അനുഭവിക്കുന്ന അവസ്ഥകളിൽ, ഇല്ലായ്മകളിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്കൊരു കർത്താവുണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. കൂടെ നിൽക്കുന്ന കർത്താവിനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശപ്പുകൾ വിശപ്പല്ലാതായി മാറും, കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടല്ലാതായി മാറും, വേദനകൾ വേദനകളല്ലാതായി മാറും. അവൻ എൻ്റെ അരികിലുണ്ടല്ലോ എന്നുള്ള ചിന്ത എന്നെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ഈ ആഴ്ചയിൽ നീ ആയിരിക്കുമ്പോൾ, ഈ ആഴ്ചയിൽ നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ ചിന്ത നിൻ്റെ മനസ്സിലുണ്ടായിരിക്കട്ടെ. വേദന കടന്നു വരുമ്പോൾ, കഷ്ടപ്പാട് കടന്നു വരുമ്പോൾ, കണ്ണുനീരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട്, എന്നോട് കരുണയുള്ളവനാണ് അവിടുന്ന്. ഈ ചിന്ത നിന്നെ ബലപ്പെടുത്തും, ഈ ചിന്ത നിന്നെ ശക്തിപ്പെടുത്തും. രണ്ടാമതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഒരു കൈ ശോഷിച്ചവൻ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഫരിസേയർ ചോദിക്കുന്നുണ്ട്, അനുവദനീയമാണോ? ഈശോ അവൻ്റെ ആ കൈ ശോഷിച്ച അവസ്ഥയെ സൗഖ്യപ്പെടുത്തി അയക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില ശോഷിപ്പുകളുണ്ട്. നമ്മുടെ പാപത്തിലൂടെ, നിരാശയിലൂടെ, ചില ബന്ധനങ്ങളിലൂടെ പല വിധത്തിൽ ജീവിതം ശോഷിച്ചവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാറുണ്ട്. ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ ശോഷിച്ചു പോകുന്ന ചില അവസ്ഥകൾ, നമ്മുടെ അധ്വാന മേഖലകൾ, നമ്മുടെ സാമ്പത്തിക മേഖലകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ, ആരോഗ്യാവസ്ഥകൾ, ശോഷിച്ചു പോകുന്ന അവസ്ഥകൾ, പഠനങ്ങളിൽ ഒരു ശോഷിപ്പുണ്ടാകുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഒരു ശോഷിപ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം പാപവും നിരാശയും ബന്ധനവുമായിരിക്കും. കർത്താവിന് മുമ്പിൽ നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് നീ തയ്യാറായാൽ, കർത്താവിൻ്റെ മുൻപിലേക്ക് നിരാശ മാറ്റി പ്രത്യാശയോടെ കടന്നു വരാനായിട്ട് സാധിച്ചാൽ, നിൻ്റെ ബന്ധനങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ ശോഷിപ്പുള്ളത് ആ ശോഷിപ്പിനെ കർത്താവ് മാറ്റി നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ഒരാഴ്ചതയിലേക്ക് വേണ്ട 2 ചിന്തകളാണ് ഈശോ നൽകുന്നത്. നിൻ്റെ ജീവിതത്തെ കാണുന്നവനാണ് അവിടുന്ന്, നിൻ്റെ ജീവിതത്തിൻ്റെ ശോഷിപ്പുകളെ മാറ്റുന്നവനാണ് അവിടുന്ന്. പ്രത്യാശയോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് നിൽക്കാം. ഈ ആഴ്ചയിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. അധ്വാനങ്ങൾ, കുടുംബം, നമ്മുടെ വേദനകൾ, ദുഃഖം എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ കൃപകൾ വർഷിക്കണമേ, അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ ആശീർവദിക്കണമേ. ഈ ആഴ്ചയിലെ ഇവരുടെ സകല കാര്യങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഇവരുടെ ഭവനത്തിലുണ്ടായിരിക്കണമേ.
ഇവരുടെ വഴികളിൽ ഇവരെ സഹായിക്കണമേ. ഈശോയെ, ഇവരുടെ വേദനകൾ ഏറ്റെടുക്കണമേ. അധ്വാനങ്ങളെ നീ ഉയർത്തി ആശീർവദിക്കണമേ. കർത്താവേ, ഈ ദിവ്യകാരുണ്യത്താൽ ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.